കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന സംഘികളോ സംഘി മനോഭാവത്തോടെയുള്ളവർ വാർത്ത സൃഷ്ടിക്കുന്ന രീതി എന്താണെന്ന് നിങ്ങൾക്കൊരു ഉദാഹരണം കാണിച്ചു തന്ന് ബോധ്യപ്പെടുത്താം. സാധാരണഗതിയിൽ മറ്റെന്തെങ്കിലും വിഷയത്തിൽ അത് പറയുകയാണെങ്കിൽ നിങ്ങൾ കരുതും ആ പറയുന്ന സത്യത്തെ ഒരാളെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതാണെന്ന് സ്വാഭാവികമായി തോന്നാം. പക്ഷേ ഇത് രാഷ്ട്രീയമല്ലാത്തൊരു വിഷയമായതുകൊണ്ട് നിങ്ങൾക്ക് വാർത്തകളുടെ നിർമ്മിതി ശൈലി എന്താണെന്ന് ഈ ഒരു ഉദാഹരണത്തിൽ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന് പെട്ടെന്ന് ആ ക്യാപ്ഷൻ കണ്ടപ്പോൾ തോന്നി. ഈ കാണുന്നതാണ് ഉദാഹരണത്തിന് കാണിക്കുന്ന വാർത്ത. ജന്മഭൂമി കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു വാർത്തയാണ്. കണ്ടല്ലോ, ഇന്ത്യയുടെ തേജസ് പോർ വിമാനം ദുബായ് എയർ ഷോയ്ക്കിടയിൽ നിയന്ത്രണം വിട്ട് താഴേക്ക് പതിച്ച് തകർന്നു പോകുന്ന കാഴ്ച ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയോ മറ്റിടങ്ങളിലൂടെയൊക്കെ നിങ്ങൾ കണ്ടതാണ്. ആ കാഴ്ചയെ സംബന്ധിച്ച് ജന്മഭൂമിക്കകത്തിരിക്കുന്ന ലേഖകന്റെ മുന്നിലേക്ക് വരുമ്പോൾ അതിൽ വരുന്ന മാറ്റം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് മറ്റു വാർത്തകളുടെ കാര്യത്തിലും എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇത് വെച്ച് ചിന്തിക്കാം. ഒരു കാര്യം ആലോചിക്കുക, പോർ വിമാനം പറത്തിയിരുന്നത് അല്ലെങ്കിൽ എയർ ഷോയിലേക്ക് ആ അഭ്യാസ പ്രകടനം നടത്തിയിരുന്ന വ്യക്തി ഒറ്റയ്ക്കാണ് അതിനകത്തുണ്ടായിരുന്നത് ആണല്ലോ. നിങ്ങൾക്ക് ഒരു സംശയമില്ലല്ലോ അക്കാര്യത്തിൽ. അപ്പോ അതിനകത്ത് എന്താണ് സംഭവിച്ചത്, ആ സാഹചര്യത്തെ അദ്ദേഹം എങ്ങനെയാണ് നേരിട്ടതെന്ന് അദ്ദേഹത്തിന് മാത്രമേ ഈ ലോകത്ത് അറിയാൻ കഴിയുള്ളൂ. മറ്റാരുടെയും സാന്നിധ്യം അവിടെ ഇല്ല. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് അദ്ദേഹം വിശദീകരിച്ചാൽ നമുക്ക് ആ സിറ്റുവേഷനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് നമുക്ക് വിശ്വസിക്കാം. പക്ഷേ ജന്മഭൂമിക്കാരന്റെ അടുത്തേക്ക് വരുമ്പോൾ ആ വാർത്തയെ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കിയേ. കാണികൾക്കിടയിലേക്ക് പോകാതിരിക്കാൻ വശത്തേക്ക് തിരിച്ചു, തേജസ് പൈലറ്റ് ജീവൻ നൽകിയത് കാണികളെ രക്ഷിക്കാൻ. ഇതെവിടെ നിന്നായിരിക്കും ഈ വാർത്ത? ഞാൻ പറഞ്ഞ രീതിയിൽ ഒന്ന് ചിന്തിച്ചു നോക്കി. ആ പോർ വിമാനം നിയന്ത്രണം വിട്ട സമയത്ത് തന്നെ അത് നിയന്ത്രിച്ചിരുന്ന പൈലറ്റിന്റെയും മാനസികാവസ്ഥ തെറ്റിപ്പോകാനാണ് സാധ്യത. ലോകത്തെ ഏത് അപകടവും മുന്നിൽ വരുമ്പോൾ അത് ഓടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ മനസ്സിലേക്ക് എന്താണ്, താനിതാ അപകടത്തിൽപ്പെടാൻ പോകുന്നു എന്നുള്ള ആശങ്ക കൊണ്ട്, ഭയം കൊണ്ട് അയാൾക്ക് പിന്നീട് ഒന്നും ചിന്തിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ പോർ വിമാനം വരുന്നൊരു രീതി കാണുമ്പോൾ അതാകെ നിയന്ത്രണം വിട്ട് കരണം മറിഞ്ഞ് മലർന്നാണ് നേരെ താഴേക്ക് പതിക്കുന്നത്. ആ താഴേക്ക് പതിക്കുന്ന സമയത്ത് അദ്ദേഹം മാനസികമായിട്ട് ചിതറിപ്പോയിട്ടുണ്ടാകാം. പക്ഷേ ജന്മഭൂമിക്കകത്തിരിക്കുന്നവന്റെ മുന്നിലേക്ക് എത്തിയപ്പോൾ കാണികളെ കുറിച്ച് ആലോചിച്ചു. ഒന്ന് ആലോചിക്കണം, നമ്മുടെ നാട്ടിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന കഥ എഴുത്തുകാരെ. കഥ അങ്ങ് ഉണ്ടാക്കുകയാണ്. ആ ഒരു വിമാനം താഴെ പതിച്ചതിന് ശേഷം വളരെ പെട്ടെന്ന് പുകയുണ്ടാകുകയാണ്. സ്വാഭാവികമായിട്ടും പുകയുണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? കാഴ്ച മറയും. അതിന് പിന്നാലെ അത് തീഗോളമായി മാറുകയാണ്. കാണികളെ കാണാനുള്ള സ്പേസ് എങ്കിലും അതിനകത്തുണ്ടോ? എന്തൊരു പച്ച നുണയും എന്തൊരു ഭാവനയാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. എവിടെയാണത് പതിക്കാൻ പോകുന്നതെന്ന് പോലും ഇത്രയും ഉയരത്തിൽ നിൽക്കുന്ന മനുഷ്യര് കാണാനോ അല്ലെങ്കിൽ തിരിച്ചറിയാനോ പറ്റില്ല. കാര്യം അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന് ആ ഫ്ലൈറ്റ് പോയി കഴിഞ്ഞു. അത് പോയി എവിടെയോ വന്ന് പതിച്ചു. ആരുടെയൊക്കെ ഭാഗ്യം കൊണ്ട് കാണികൾ ഇരുന്നിടത്തേക്ക് അത് വന്നില്ല. പക്ഷെ കാണികളെ രക്ഷിക്കാൻ വേണ്ടി വെട്ടി തിരിച്ചു അത്രേ. കാര്യം കൂടെ ഇരുന്നത് ആരാണ്? ജന്മഭൂമിയുടെ ലേഖകനാണെന്ന് നമുക്ക് തോന്നിപ്പോകും. ചിലർ അതൊന്നും ആലോചിക്കാതെ ആ സന്ദർഭത്തെ കുറിച്ച് അങ്ങ് വിശ്വസിക്കും. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഒരു വിഷയത്തെ വെച്ച് വാർത്താ കച്ചവടത്തിന് വേണ്ടി എഴുതി പൊലിപ്പിക്കുന്നത്. അതായത് ഒരു സംഭവത്തെ കുറിച്ച് എവൻ ഇരുന്നങ്ങ് ചിന്തിക്കുകയാണ്. ഇതായിരിക്കും അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തുനിന്ന് പല വാർത്തകളും പുറത്തേക്ക് വരുന്നത്. പലതരത്തിൽ ഓരോ വിഷയത്തിലും അതിന്റെ രാഷ്ട്രീയ ഗതിവിഗതികളെ കുറിച്ചൊക്കെ എവർ എഴുതുന്നു എന്ന് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് ഇവരുടെ തോന്നലുകളാണ്. മറ്റുള്ളിടത്ത് ഇത് സംഭവിച്ചിട്ട് പോലും ഉണ്ടാകില്ല. പക്ഷേ ഇത് വായിക്കുന്നവർ കരുതുകയാണ് ഇതൊക്കെ സംഭവിക്കാൻ പോകുന്നു. ഒരു ചുക്കുമില്ല. അത് ഈ ജന്മഭൂമിയിലെ വാർത്ത വെച്ചിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. വാർത്ത കണ്ണും പൂട്ടി വായിച്ച് അയാളുടെ ധീരത എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ഒന്നും ചെയ്യാനായിട്ട് ഒരു മനുഷ്യനും കഴിയില്ല. കേവലം ഒരു 2 വീലർ ആണ് പോലും നമ്മുടെ കയ്യിൽ നിന്ന് നിയന്ത്രണം വിട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നാ. എവിടെയെങ്കിലും ഒന്ന് ഇതിനെ നിർത്താനായിരിക്കും നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ കാണികൾ കാണും അല്ലെങ്കിൽ ഇവിടെ കുളം കാണും എന്നൊക്കെ ചിന്തിക്കാനായിട്ട് ആ സന്ദർഭത്തിൽ കഴിയത്തില്ല. മനസ്സിന്റെ നിയന്ത്രണം കൂടി വിട്ടുപോകുന്ന സന്ദർഭം. ആ സന്ദർഭത്തിലെയാണ് ഇത്ര വിദഗ്ധമായിട്ട് കാണികൾക്കിടയിലേക്ക് വരാതിരിക്കാൻ തിരിച്ചു വിട്ടു എന്നൊക്കെ എഴുതി വിടുന്ന ആ ഭാവനയും ആ മനോഭാവവും നാട്ടുകാർ ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇതൊക്കെ വെറും പൊട്ടത്തരവും ഇല്ലാത്തതുണ്ട് എന്ന് വരുത്തിക്കൊണ്ട് ആൾക്കാരുടെ ഉള്ളിലേക്ക് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഉണ്ടാക്കുകയാണ് ഇതുപോലുള്ള മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന പലരും ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയെന്ന് പറയേണ്ടി വരികയാണ്. അതുകൊണ്ട് ഓരോ വാർത്തയും വായിക്കുമ്പോൾ ഇതാണ് ഇവരുടെ ഭാവന.
നിങ്ങൾ വായിക്കുന്നതൊന്നും സത്യമായിരിക്കില്ല, ഇവരുടെ തോന്നൽ മാത്രമാണ്. ഇങ്ങനെ തോന്നലുകൾ എഴുതി നിങ്ങളുടെ മുന്നിലേക്ക് വിട്ടതിന് ശേഷം അത് മറ്റുള്ളവരുടെ പുറത്തേക്ക് അടിച്ചേൽപ്പിക്കും. ആ കുഴുത്തുരുമ്പ് എഴുത്ത് തന്ത്രം ഇനിയെങ്കിലും ഈ ഒരു വാർത്തയിലൂടെയെങ്കിലും ഈ നാട് തിരിച്ചറിയണമെന്ന് മാത്രമേ ഉപദേശിക്കാനുള്ളൂ.